ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കലിംഗ സംവാദത്തിന് പിന്നാലെ പുതിയ സംവാദ പരിപാടിയുമായി സുരേഷ് ഗോപി. ST കോഫി ടൈംസ് എന്ന പേരിലാണ് പുതിയ പരിപാടി. കലിംഗ സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയാണെന്ന BJPക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പുതിയ പരിപാടി നടത്താനുള്ള തീരുമാനം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, നമുക്കറിയാം ഈ ഒരു സുരേഷ് ഗോപിയുടെ കലിംഗ സംവാദങ്ങൾ മിക്കവാറും സമയങ്ങളിൽ ഒരു വിവാദത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു പുതിയ പേരിലുള്ള ഒരു പരിപാടിയുമായി എത്തിയിരിക്കുകയാണ്. ST കോഫി ടൈംസ് എന്ന പുതിയ പരിപാടി നടത്താനുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ കലിംഗ സംവാദം തുടങ്ങിയത് മുതൽ തന്നെ വിവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഓരോ കലിംഗ സംവാദവും സുരേഷ് ഗോപി സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഒരു വിവാദം എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ട്, ആദ്യത്തെ കലിംഗ സംവാദത്തിലാണ് സുരേഷ് ഗോപിക്ക് മുമ്പിൽ ഒരു അപേക്ഷയുമായി ഒരു വയോധികൻ വരുന്നു. ആ വയോധികന്റെ അപേക്ഷ സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുന്നത് വലിയ വിവാദമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് CPIM വീട് നിർമ്മിച്ച് നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഈ വിവാദമൊക്കെ ഒന്ന് അവസാനിച്ചു വന്നപ്പോഴേക്കും അടുത്ത കലിംഗ സംവാദത്തിൽ ഈ കരുവന്നൂർ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണം വാങ്ങിച്ചു തരുമോ എന്നൊരു സ്ത്രീ ഈ കലിംഗ സംവാദത്തിനിടയിൽ ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. അതും വലിയ വിവാദമായി. കഴിഞ്ഞ ദിവസമാണ് അവസാനം കോട്ടയത്ത് ഒരു കലിംഗ സംവാദം നടന്നപ്പോൾ അവിടെയും ഇതുപോലെ ഈ സുരേഷ് ഗോപിക്ക് അപേക്ഷ നൽകാനെത്തിയ ആളെ ഈ BJP പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വിവാദങ്ങളുടെ ഒരു പെരുമഴയാണ് കലിംഗ സംവാദത്തിൽ ഉണ്ടായത്. അതായത് കലിംഗ സംവാദത്തിലൂടെ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുക, ജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് പോകുക എന്നുള്ള ഒരു നടപടിയാണ് സുരേഷ് ഗോപി ഈ കലിംഗ സംവാദത്തിലൂടെ ലക്ഷ്യമിട്ടത്. പക്ഷേ അതൊരു വിവാദങ്ങളുടെ വഴിയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി. അതായത് നല്ല ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതി മൊത്തം തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് ഈ ഘട്ടത്തിലൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് BJPക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപിക്കെതിരെ വ്യാപക വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി. അത് സുരേഷ് ഗോപിയുടെ കലിംഗ സംവാദത്തിലെ ഓരോ വിവാദങ്ങളും അത് CPIM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും അടക്കം മുതലെടുക്കുന്നു. അതിന് മറുപടി അല്ലെങ്കിൽ അതിന് നടപടിയൊക്കെ അവർ തന്നെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ വലിയ തിരിച്ചടി കലിംഗ സംവാദവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിലൊക്കെ നേരിടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ പരിപാടി സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത്. ST കോഫി ടൈംസ് എന്നാണ് പുതിയ പരിപാടിയുടെ പേര് എന്ന് പറയുന്നത്. ഈ പരിപാടി ഇനിയിപ്പോൾ സംഘടിപ്പിക്കാനിരിക്കുന്നത് അയ്യന്തോളിലും അതുപോലെ തന്നെ പൂതൂർക്കരയിലുമാണ് സംഘടിപ്പിക്കാനിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വികസന സ്വപ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാമെന്നാണ് ഈ പുതിയ പരിപാടിയിൽ പറയുന്നത്. ലോക്സഭ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അടക്കം ഇതുപോലെയുള്ള പരിപാടികൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. വലിയ തിരിച്ചടിയൊക്കെ ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ഈ സാധാരണ ജനങ്ങളിൽ നിന്നൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതിയ പരിപാടി സുരേഷ് ഗോപി അവതരിപ്പിച്ചിരിക്കുന്നത്. ST കോഫി ടൈംസ് എന്നാണ് പുതിയ പരിപാടിയുടെ പേര് എന്ന് പറയുന്നത്. അത് 26-ാം തീയതി വരുന്ന മാസം തൊട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ആദ്യം അയ്യന്തോളിലും പിന്നീട് പൂതൂർക്കരയിലുമാണ് ഈ പരിപാടികൾ നടക്കുക. ഏതായാലും അതിലിനി എങ്ങനെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും സുരേഷ് ഗോപി സാധാരണ നിലയിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു രീതി പലപ്പോഴും ഇങ്ങനെ വിവാദങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ST കോഫി ടൈംസ് ഇനി എങ്ങനെയാകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഇപ്പോൾ കലിംഗ സംവാദത്തിന് പിന്നാലെ പുതിയ പരിപാടി ST കോഫി ടൈംസ് സുരേഷ് ഗോപി അവതരിപ്പിക്കുകയാണ്. അടുത്ത മാസം മുതലാണ് ആ പരിപാടി ഈ നാളെ മുതലാണ് ഈ പരിപാടി നടക്കുക. 26/10/2025 നാളെ 9 മണിക്ക് അയ്യന്തോളിലാണ് ആദ്യ പരിപാടി നടക്കുക. അതിനുശേഷം പൂതൂർക്കരയിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരി. കലിംഗ സംവാദത്തിന് പിന്നാലെ പുതിയ സംവാദ പരിപാടിയുമായി സുരേഷ് ഗോപി. ST കോഫി ടൈംസ് എന്ന പേരിലാണ് പുതിയ പരിപാടി. കലിംഗ സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായതിന് BJPക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പുതിയ പരിപാടി നടത്താനുള്ള തീരുമാനം. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കോതമംഗലം ഭൂതത്താൻകെട്ട ഡാമിന് താഴെ പാളത്തിൽ നിന്ന് യുവാവ് പുഴയിലേക്ക് ചാടി. വട്ടാടുപാറ സ്വദേശി ദിനേശാണ് ചാടിയത്. മാതാവിനൊപ്പം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ പോകുന്ന വഴി ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം എത്തി തെരച്ചിൽ ആരംഭിച്ചു. എറണാകുളം കോതമംഗലം ഭൂതത്താൻകെട്ട് ഡാമിന് താഴെ നിന്നുമാണ് യുവാവ് പുഴയിലേക്ക് ചാടിയിരിക്കുന്നത്. ദിനേശാണ്
മാതാവിനൊപ്പം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ഇറങ്ങി ഓടിയത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു.